ഹായ് എവ്രി വൺ, വെൽക്കം ടു PSC എജുവാലി. എല്ലാവരും ഇപ്പോൾ ഹൈക്കോർട്ട് കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടിയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ക്വസ്റ്റ്യൻ വർക്കൗട്ടുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഫൈനൽ റിവിഷനിലാണ് അല്ലേ? അപ്പോൾ ആ ഒരു കാര്യത്തിനെ ഒന്നുകൂടെ ബൂസ്റ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഈ ഒരു സ്പെഷ്യൽ വർക്കൗട്ട് എന്ന് പറയുന്ന ഒരു എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഓൾറെഡി ഒരെണ്ണം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ആൻഡ് അതിൻ്റെ കണ്ടിന്യൂവേഷൻ ആണ് ഈ ഒരു ക്ലാസ്സിനകത്ത് വരുന്നത്. ഇത് ആക്ച്വലി എജുവാലിയുടെ തന്നെ സ്പെഷ്യൽ ക്വസ്റ്റ്യൻ വർക്കൗട്ട് എന്ന് പറയുന്ന ഒരു ബാച്ചിൻ്റെ ഒരു സെഗ്മെൻ്റ് ആണ് യൂട്യൂബിലെ ഈ ഒരു വീഡിയോ പാർട്ട് എന്ന് പറയുന്നത്. ഇതിനകത്ത് ഇത് കൂടാതെ 20 മാർക്കിൻ്റെ ഓൺലൈൻ എക്സാമും 30 മാർക്കിൻ്റെ ലൈവ് Q&A സെക്ഷനും കൂടെ വന്നിട്ടുള്ളതാണ് ഈ ഒരു ബാച്ചിനകത്ത്. അതിനകത്ത് ഒരു പോർഷനാണ് എല്ലാവർക്കുമായിട്ട് അവൈലബിൾ ആവുന്നത്. അപ്പോൾ ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ബാച്ചിലേക്ക് ഇനിയും ജോയിൻ ചെയ്യാവുന്നതാണ്. ഓൾറെഡി കഴിഞ്ഞു പോയിട്ടുള്ള വർക്കൗട്ടുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ തന്നെ അവിടെ കാണാവുന്നതാണ്. സോ ഫൈനലി നമ്മൾ നമ്മുടെ ക്ലാസ്സിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഷോർട്ട് കട്ട് കീ യൂസ്ഡ് ഫോർ ഇൻസേർട്ടിങ് എ ലൈൻ ബ്രേക്ക്. ലൈൻ ബ്രേക്കിന് വേണ്ടി ഉപയോഗിക്കുന്ന ഷോർട്ട് കട്ട് കീ ഏതാണ് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഇവിടെ നമ്മൾ എഡിറ്റ് ചെയ്ത സമയത്ത് ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. ഈ എൻ്റർപ്രൈസസ് വേണ്ട, നമുക്ക് എൻ്റർ വരെ മതി. ഇത് നമ്മൾ വോയിസ് നോട്ട് അങ്ങനെ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അതായത് ടെക്സ്റ്റ് ടു സ്പീച്ച് സ്പീച്ച് ടു ടെക്സ്റ്റ് രീതിയിൽ ചെയ്തിട്ടുള്ളതാണ്. അങ്ങനെ വന്നിട്ടുള്ള ഒരു എററാണ്. അതിന് സോറി. നമ്മൾ ഇനി ക്വസ്റ്റിനിലേക്ക് വരികയാണെങ്കിൽ ഷോർട്ട് കട്ട് കീ യൂസ്ഡ് ഫോർ ഇൻസേർട്ടിങ് എ ലൈൻ ബ്രേക്ക്. ഒരു ലൈൻ ബ്രേക്കിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഷോർട്ട് കട്ട് കീ താഴെ പറയുന്നതിൽ ഏതാണ് എന്നുള്ളതാണ്. നമ്മളുടെ ആൻസർ വന്നിട്ട് ഓപ്ഷൻ ബി ഷിഫ്റ്റ് എൻ്റർ ആണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ അവിടെ പഠിക്കാനുണ്ട്. എൻ്റർ കീ നമ്മളുടെ വേർഡിനകത്ത് എന്താ ചെയ്യണത്? ഇറ്റ് ക്രിയേറ്റ്സ് എ ന്യൂ പാരഗ്രാഫ്. ഒരു പുതിയ പാരഗ്രാഫാണ് നമ്മൾ ഒരു തവണ എൻ്റർ കീ പ്രസ് ചെയ്യുന്ന സമയത്ത് നിർമ്മിക്കപ്പെടുന്നത്. ക്ലിയർ ആണല്ലോ? എൻ്റർ കീ ക്രിയേറ്റ്സ് എ ന്യൂ പാരഗ്രാഫ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി കൺട്രോൾ എൻ്റർ ആണെങ്കിൽ ക്രിയേറ്റ് എ ന്യൂ പേജ് എന്നുള്ളത് ഓർത്തിരിക്കുക. അറ്റ് ദ കഴ്സർ പൊസിഷൻ എവിടെയാണോ അവിടെ തൊട്ടൊരു പുതിയ പേജാണ് കൺട്രോൾ എൻ്റർ അല്ലെങ്കിൽ കൺട്രോൾ റിട്ടേൺ പ്രസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ എൻ്റർ പ്രസ് ചെയ്യുന്ന സമയത്ത് ഇറ്റ് ക്രിയേറ്റ് എ ന്യൂ പാരഗ്രാഫ് എന്ന് ഓർത്തിരിക്കുക. ഷിഫ്റ്റ് എൻ്റർ ആണെങ്കിൽ ഇറ്റ് ക്രിയേറ്റ് എ ലൈൻ ബ്രേക്ക് എന്ന് ഓർത്തിരിക്കുക. കൺട്രോൾ എൻ്റർ ആണെങ്കിലോ എന്താണ്? പേജ് ബ്രേക്ക് ആണ് അല്ലേ? ക്രിയേറ്റ് എ ന്യൂ പേജ് അറ്റ് ദ കഴ്സർ പൊസിഷൻ. ഇനി കൺട്രോൾ ഷിഫ്റ്റ് എൻ്റർ ആണെങ്കിലോ കോളം ബ്രേക്ക് ആണ്. ക്ലിയർ ആണോ? 4 ബ്രേക്കുകൾ ഞാൻ പറഞ്ഞു. എൻ്റർ ആണെങ്കിൽ ഇറ്റ് ക്രിയേറ്റ് എ ന്യൂ പാരഗ്രാഫ് ആണ്. ഷിഫ്റ്റ് എൻ്റർ ആണെന്നുണ്ടെങ്കിൽ ക്രിയേറ്റ് എ ലൈൻ ബ്രേക്ക് ആണ്. കൺട്രോൾ എൻ്റർ ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ക്രിയേറ്റ് എ ന്യൂ പേജ് അറ്റ് ദ കഴ്സർ പൊസിഷൻ. പേജ് ബ്രേക്ക് ആണ് അല്ലേ? എവിടെയാണോ കഴ്സർ ഇരിക്കുന്നത് അവിടെ തൊട്ടൊരു പുതിയ പേജ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് പേജ് ബ്രേക്ക് ആണ് കൺട്രോൾ എൻ്റർ കൊണ്ട് സംഭവിക്കുന്നത്. ഇനി കൺട്രോൾ ഷിഫ്റ്റ് എൻ്റർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കോളം ബ്രേക്ക് ആണ്. കോളമായിട്ട് ഒരു ഡോക്യുമെന്റിനെ കോളമായിട്ട് തിരിക്കുകയാണ് ചെയ്യുക. അപ്പോൾ 4 കാര്യങ്ങൾ ഞാനിവിടെ കണക്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. എൻ്റർ, ഷിഫ്റ്റ് എൻ്റർ, കൺട്രോൾ ഷിഫ്റ്റ് എൻ്റർ. ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ജസ്റ്റ് ഒന്ന് ബാക്ക് പോയിട്ട് കാണുക കേട്ടോ. റിവിഷൻ ആയതുകൊണ്ടാണ് ഞാൻ ഇത്ര സിംപ്ലിഫൈഡ് ആയിട്ട് പറയുന്നത്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The default directory where Windows store document. നമ്മൾ ഡീഫോൾട്ടായിട്ട് സ്റ്റോർ ചെയ്യുന്ന ലൊക്കേഷൻ ഏതാണ് എന്നാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കുന്നത്. നമ്മൾ പ്രത്യേകിച്ച് ഒരു ലൊക്കേഷനോ ഫോൾഡറോ ഒന്നും പറഞ്ഞു കൊടുത്തിട്ടില്ലെങ്കിലും നമ്മളുടെ ഫയലുകൾ സേവ് ചെയ്യപ്പെടും. അപ്പോൾ അത്തരത്തിൽ വിൻഡോസിൻ്റെ ഡീഫോൾട്ട് സ്റ്റോറേജ് ലൊക്കേഷനാണ് ചോദിച്ചേക്കുന്നത്. മൈ കമ്പ്യൂട്ടർ, മൈ ഡോക്യുമെൻറ്റ്, റീസ്റ്റോറേഷൻ ഫോൾഡർ, റീസൈക്കിൾ ബിൻ എന്നിങ്ങനെ 4 ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ വിൻഡോസ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എന്തെങ്കിലും ഒരു സ്പെസിഫിക് വേർഷനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഓപ്ഷന് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് പറയാനായിട്ട് പറ്റും ഡീഫോൾട്ട് സ്റ്റോറേജ് ലൊക്കേഷൻ എന്ന് പറയുന്നത് ഏതാണ്? മൈ ഡോക്യുമെൻ്റ് ആണ് എന്നുള്ളത് നമുക്ക് പറയാനായിട്ട് പറ്റും. മൈ ഡോക്യുമെൻ്റ്. ഇനി വിൻഡോസ് 10 ആൻഡ് എബോവ് എന്നുള്ള രീതിയിൽ എടുത്ത് ചോദിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ മൈ ഡോക്യുമെൻറ്റ്സ് മാറിയിട്ട് ആരായിട്ടുണ്ട്? ഡോക്യുമെൻ്റ് എന്ന് മാറിയിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ? മൈ ഡോക്യുമെന്റിന്റെ പേര് വിൻഡോസ് 10 മുതൽ മുകളിലോട്ട് അങ്ങോട്ട് എന്താണ്? ഡോക്യുമെന്റ്സ് എന്നാണ്. ഇനി നമ്മളുടെ കമ്പ്യൂട്ടറിന്റെ ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, എത്ര ഡിസ്കുകൾ ഉണ്ട്, അതിനകത്ത് എത്ര സ്റ്റോറേജ് സ്പേസ് അവൈലബിൾ ആണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു തരുന്നതാണ് മൈ കമ്പ്യൂട്ടർ എന്ന് പറയുന്ന കാര്യം. വിൻഡോസിനകത്ത് അത്തരത്തിലുള്ള ഒരു സിസ്റ്റം ഇൻഫർമേഷൻസും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് ഈ ഒരു മൈ കമ്പ്യൂട്ടറിൽ നിന്നാണ്.
ഇതിനെ വിൻഡോസ് 10 ആൻഡ് എബോയിൽ വന്ന സമയത്ത് ഇതുപോലെ പേര് മാറ്റിയിട്ടുണ്ട്. മൈ കമ്പ്യൂട്ടറിൻ്റെ പേര് മാറ്റിയിട്ട് ദിസ് PC എന്നാണ് മാറ്റിയിട്ടുള്ളത്. ഓക്കെ, അപ്പം മൈ ഡോക്യുമെൻറ്റിനെ ഡോക്യുമെൻ്റ് എന്നാക്കി മാറ്റിയിട്ടുണ്ട്. മൈ കമ്പ്യൂട്ടറിനെ എന്താക്കി മാറ്റിയിട്ടുണ്ട്? ദിസ് PC എന്നാക്കി മാറ്റിയിട്ടുണ്ട്. എവിടെ? വിൻഡോസ് 10 ആൻഡ് എബോ, വിൻഡോസ് 10 വേർഷനും അതിന് മുകളിലോട്ടുമാണ് ഈ ഒരു മാറ്റം വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ജസ്റ്റ് വിൻഡോസ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. സോ നമുക്ക് എന്ത് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും? മൈ ഡോക്യുമെൻറ്റ്സ് സെലക്ട് ചെയ്യാം. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഡാഷ് റെഫർ ടു വെദർ the text is to be printed lengthwise or widthwise എന്നുള്ളതാണ്. ഞാനിത് ടെക്സ്റ്റ് ടു സ്പീച്ച് ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു മിസ്റ്റേക്ക് കൊണ്ട് വന്നിട്ടുള്ളതാണ്. എഗെയിൻ സോറി. ഇത് വരുന്നത് ഇങ്ങനെയാണ്, വിഡ്ത്ത് വൈസ് എന്നാണ് വേണ്ടത് കേട്ടോ. വിഡ്ത്ത് വൈസ് എന്നാണേ. ഞാൻ എഴുതാം. വിഡ്ത്ത് വൈസ് എന്നാണ് വേണ്ടത്. സോ ഡാഷ് റെഫർ ടു വെദർ ദ ടെക്സ്റ്റ് ഈസ് ടു ബി പ്രിൻറ്റഡ് ലെങ്ത് വൈസ് ഓർ വിഡ്ത്ത് വൈസ്. ലെങ്ത് വൈസ് ആണോ വിഡ്ത്ത് വൈസ് ആണോ ഒരു ടെക്സ്റ്റ് പ്രിൻ്റ് ചെയ്യപ്പെടേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കുന്ന ആ ഒരു ടെർമിനോളജി എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. എന്താണ്? പേജ് ഓറിയൻറ്റേഷൻ ആണ്. നമുക്കറിയാം പേജ് ലേഔട്ട് ടാബിലാണ് ഈ കണ്ടന്റ് ഉള്ളത്. പേജ് ഓറിയൻറ്റേഷൻ എന്ന് പറയുന്നത് പേപ്പർ എങ്ങനെ സെറ്റ് ചെയ്യണം എന്നുള്ളത് പറഞ്ഞു കൊടുക്കുന്നതാണ് അല്ലേ. 2 തരത്തിലുണ്ട്. എന്താണ്? പോർട്രേറ്റും ലാൻഡ്സ്കേപ്പും. ക്ലിയർ? പേജ് ലേഔട്ട് ടാബിലാണ് ഒരു പേപ്പർ എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് അവിടെ പറഞ്ഞു കൊടുക്കുക. 2 തരത്തിലുണ്ട്, പോർട്രേറ്റും ലാൻഡ്സ്കേപ്പും. വേർഡിൻ്റെ പോർട്രേറ്റ് ആണ് ഡീഫോൾട്ട്, എക്സലിൻ്റെതും പോർട്രേറ്റ് ആണ് ഡീഫോൾട്ട്. പവർ പോയിന്റിൻ്റെ 2 എണ്ണം പഠിക്കേണ്ടതായിട്ടുണ്ട്. സ്ലൈഡ്, ഹാൻഡ് നോട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണെങ്കിൽ സ്പീക്കർ നോട്ട്, സ്ലൈഡ്, ഹാൻഡ് നോട്ട് അല്ലെങ്കിൽ സ്പീക്കർ നോട്ട്, സ്പീക്കർ നോട്ട്, ഹാൻഡ് ഔട്ട് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എന്താണ്? പോർട്രേറ്റ് ആണ്. സ്ലൈഡിന് എന്താണ്? ലാൻഡ്സ്കേപ്പ് ആണ്. അപ്പോൾ 2 എണ്ണം പഠിക്കാനുണ്ട് പവർ പോയിന്റിൽ. സ്ലൈഡിന് ലാൻഡ്സ്കേപ്പും ഹാൻഡ് ഔട്ട്, സ്പീക്കർ നോട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എന്താണ്? പോർട്രേറ്റും ആണ്. ക്ലിയർ? അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ കൊണ്ട് കണക്ട് ചെയ്തു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ മൈക്രോസോഫ്റ്റ് ഓഫീസ് പ്രിന്റ് ഓപ്ഷൻ ഈസ്, എവിടെയാണുള്ളത് പ്രിന്റ് ഓപ്ഷൻ? എവിടെയാണ്? ഓഫീസ് ബട്ടണിലാണുള്ളത് അല്ലേ. ഓഫീസ് ബട്ടൺ എന്ന് പറയുന്നത് 2007 പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു ബട്ടണാണ്. പ്രീവിയസ് വേർഷൻസിനകത്തെ ഇതിനെയാണ് ഫയൽ മെനുവിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് വന്ന കാര്യമാണ് അല്ലേ. ഒരു ഫയലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നടത്തേണ്ടതാണ് ഫയൽ മെനു. ആ മെനുവിനെ റീപ്ലേസ് ചെയ്തു വന്ന ബട്ടനാണ് ഓഫീസ് ബട്ടൺ. അപ്പോൾ പ്രിന്റ് എന്നൊക്കെ പറയുന്ന ഒരു ഫയൽ കൈകാര്യം ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. സോ ഓഫീസ് ബട്ടനകത്താണ് പ്രിന്റ് ഓപ്ഷൻ ഉള്ളത്. അതുപോലെ തന്നെ ഈ മൈക്രോസോഫ്റ്റ് ഓഫീസ് ലോഗോ ഉണ്ട്, സർക്കിൾ ഷേപ്പാണ്, ടോപ്പ് ലെഫ്റ്റ് കോർണറിലാണ് അതിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്തിട്ട് പോവുക. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് ക്ലാസ് നമ്മളുടെ ക്ലാസ്സിൽ അവൈലബിൾ ആണ്. നമ്മളിപ്പോൾ റിവിഷനാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സോ ഇത്തരത്തിലുള്ള ചെറിയ സ്പാർക്ക് പോയിന്റുകൾ മാത്രം ഒന്ന് കണക്ട് ചെയ്ത് പോവുകയാണ് നിലവിലിപ്പോൾ ചെയ്യേണ്ടത്. ഓക്കെ, അത്രേ സമയമേ ഉള്ളൂ. ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട സമയങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി സ്പാർക്കിംഗ് മാത്രമാണ് നടത്താൻ പറ്റത്തുള്ളൂ. അപ്പം ഓഫീസ് ബട്ടൺ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഈ പറഞ്ഞ ഫയൽ മെനുവിനെ റീപ്ലേസ് ചെയ്തതാണ്. 2007 വന്നതാണ്. സർക്കിൾ ഷേപ്പാണ്. മൈക്രോസോഫ്റ്റിൻ്റെ ലോഗോ അതിനകത്തുണ്ട്. അതുപോലെ തന്നെ ഫയലുമായിട്ട് ബന്ധപ്പെട്ട ഫയൽ കൈകാര്യം ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ് അതിനകത്തുള്ളത് എന്നുള്ള ഇത്രയും കാര്യങ്ങൾ ഒറ്റ പോയിന്റിൽ മനസ്സിലെത്തണം. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൈൽ യൂസിങ് ടേബിൾ വിച്ച് വൺ ഈസ് യൂസ്ഡ് ടു കമ്പൈൻ മൾട്ടിപ്പിൾ സെൽ ഇൻ ടു വൺ. ഇത് എക്സലിലും ചോദിക്കാം, വേർഡിലും ചോദിക്കാം. വേർഡിൽ വരുമ്പോൾ ടേബിൾ എന്നുള്ള കേസിലാണ് വരിക. അപ്പോൾ മൾട്ടിപ്പിൾ സെല്ലിനെ സിംഗിൾ സെല്ലാക്കി മാറ്റാനായിട്ട് ഉപയോഗിക്കുന്ന ആ ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ ആ ഒരു ടേം ആണ് എന്ത്? മെർജ് എന്ന് പറയുന്നത്. ക്ലിയർ? മെർജ്. ഓക്കെ, മെർജ് ആണ് ആ ഓപ്ഷൻ. ഒരു ടേബിൾ ഉപയോഗിക്കുന്ന സമയത്ത് മൾട്ടിപ്പിൾ സെല്ലിനെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ള മൾട്ടിപ്പിൾ സെല്ലിനെ ഒറ്റ സെല്ലാക്കി മാറ്റാനായിട്ട് നമ്മൾ മെർജ് സെല്ലാണ് ഉപയോഗിക്കുക. മെർജ് ചെയ്യേണ്ട സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെലക്ട് ചെയ്തിട്ടുള്ള സെല്ലുകളെല്ലാം തന്നെ അഡ്ജസൻറ്റ് സെല്ലുകളായിരിക്കണം. അഡ്ജസൻറ്റ് എന്ന് പറഞ്ഞാൽ അറിയാലോ, അടുത്തടുത്തിരിക്കുന്നതായിരിക്കണം. അല്ലെങ്കിൽ ഒന്ന് ഇവിടെയും ഒന്ന് അവിടെയും ഉള്ളത് സെലക്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല.
സെലക്റ്റഡ് അഡ്ജസൻറ്റ് സെല്ലായിരിക്കണം എന്നുള്ള ഒരു കണ്ടീഷൻ ഓർത്തിരിക്കുക. അപ്പോൾ മൾട്ടിപ്പിൾ സെല്ലിനെ ഒറ്റ സിംഗിൾ സെല്ലാക്കി മാറ്റാനായിട്ട് ഉപയോഗിക്കുന്നതാണ് മെർജ് സെൽ എന്ന് പറയുന്ന ഓപ്ഷൻ. അവിടുത്തെ കണ്ടീഷൻ എന്താണ്? സെലക്റ്റഡ് സെല്ലുകൾ എന്തായിരിക്കണം? അഡ്ജസൻറ്റ് സെല്ലുകളായിരിക്കണം. അതായത് കോളം വൈസ് ആവാം, അല്ലാന്നുണ്ടെങ്കിൽ റോ വൈസ് ആവാം. രണ്ട് തരത്തിലാണ് മെർജിങ് നടത്താൻ പറ്റുക. ഐദർ കോളം വൈസ് അല്ലെങ്കിൽ റോ വൈസ്. ക്ലിയർ? മെർജ് ചെയ്യാനായിട്ട് അറ്റ്ലീസ്റ്റ് 2 കോളം അല്ലെങ്കിൽ 2 റോ എങ്കിലും വേണം. അറ്റ്ലീസ്റ്റ് മോസ്റ്റ് എത്ര വേണമെങ്കിലും ആവാം. ക്ലിയർ? ദെൻ സോ ഇന്ന് നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. കുറേ ക്വസ്റ്റ്യൻസ് അഡീഷണൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ഇതൊരു റിവിഷൻ ക്ലാസ് ആണ്. അപ്പം ചെറിയ പോയിന്റുകൾ ഇങ്ങനെ കണക്ട് ചെയ്ത് ഓർത്തെടുക്കാനുള്ള ഒരു അവസരമാണ് നമ്മൾ ഒരുക്കുന്നത്. ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യങ്ങൾക്ക് അവർക്ക് വളരെ ഈസി ആക്കുന്ന തരത്തിലാണ് ഈ ഒരു ക്ലാസ്സസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇതുമായിട്ട് ഇന്നത്തെ ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഇതിനു മുമ്പ് എത്രയോ തവണ നമ്മൾ ക്ലാസ്സുകളായിട്ടും അല്ലെങ്കിൽ ഡെമോ ക്ലാസ്സസ് ആയിട്ടും ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. നിങ്ങൾക്ക് കാണാൻ സമയമുണ്ടെങ്കിൽ അത് പോയി കാണുക. ഇല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള പോയിന്റുകൾ അത്രയും തന്നെ മനസ്സിൽ ഉറപ്പിച്ച് വെച്ചേക്കുക. സോ വൺസ് അഗെയിൻ വിഷ് യു ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാം. ഓക്കെ, ഫൈൻ. താങ്ക് യു.